പാലക്കാട് മംഗലം ഡാം ഓടംതോട് മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഓടംതോട് സ്വദേശി വിജേഷാണ് കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത്. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിംഗിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പുലിയെ കണ്ടത്. ഭയന്നോടിയ വിജേഷ് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം ഞങ്ങൾ ഡാമിൽ നിന്ന് വരുന്ന വഴി പുലി വലയിൽ കുടുങ്ങി കിടക്കായിരുന്നു. അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ പന്നിയാന്ന് പറഞ്ഞ് നിർത്തി നോക്കിയപ്പോഴാണ് ഇന്ന് പുലി. പെട്ടെന്ന് ഞങ്ങൾ പേടിച്ച് വണ്ടി എടുത്ത് പോയി. എന്നെ വഴിക്ക് ഇവിടെ റേഞ്ചില്ല, അപ്പോൾ കുറച്ച് മേലെ പോയി ഫോറസ്റ്റിനെ വിളിച്ച് വരുമ്പോഴേക്കും വല പൊട്ടിച്ച് പുലി ചാടിപ്പോയി. ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും പുലി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരവശമായിരുന്നു, അതിൻ്റെ ഇറത്തും കൂടി അടിച്ചില്ലേ. അപ്പം അങ്ങനെ ഷംനയുടെ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷംന. പുലി ഏതായാലും അവിടെ നിന്ന് പോയി. പക്ഷേ നാട്ടുകാർക്ക് ഭീതിയും ആശങ്കയും ഉണ്ടോ? ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഗൂഗിൾ തീർച്ചയായും വലിയ ആശങ്കയിലാണ് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ആളുകൾ ഉള്ളത്. കാരണം പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലയിൽ ഇത്തരത്തിൽ വന്യജീവി സാന്നിധ്യം രൂക്ഷമാവുകയാണ്. ഈ പ്രത്യേകിച്ച് ഈ മംഗലം ഡാം മേഖലയിൽ നേരത്തെയും പുലിയെ കണ്ടതായി വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് മംഗലം ഡാം ഈ പ്രദേശത്ത് തന്നെ ഒരു പുലി കൂട്ടിൽ കുടുങ്ങിയിരുന്നു. പിന്നീട് അത് ചത്തുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ എന്തായാലും രാത്രി 8:30 കൂടിയാണ് ഇവർ ഈ പുലിയെ കാണുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഈ തോട്ടത്തിലെ ഫെൻസിംഗിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പുലി ഉണ്ടായിരുന്നത്. ഭയന്നോടിയ വിജീഷും കൂട്ടുകാരും പിന്നീട് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. പക്ഷേ വനം വകുപ്പ് എത്തിയപ്പോഴേക്കും ഈ പുലി ഈ ഫെൻസിംഗ് വലയെല്ലാം തകർത്ത് രക്ഷപ്പെട്ടു പോയിരുന്നു. വനം വകുപ്പ് എന്തായാലും ഇപ്പോൾ മേഖലയിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ മേഖലയിൽ തന്നെയുള്ള രാഹുൽ എന്നൊരു യുവാവും ഈ മേഖലയിൽ പുലിയെ കണ്ടിരുന്നു. അന്ന് അത് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും തുടർന്ന് മേഖലയിൽ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചതാണ്. പക്ഷേ ക്യാമറയിലൊന്നും പിന്നീട് ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ഈ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞതോടുകൂടി വനംവകുപ്പ് എന്തായാലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ മംഗലം ഡാം, മലമ്പുഴ, നെന്മാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായി ഇപ്പോൾ ഈ പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടുകാർ അത്തരത്തിലുള്ള ഈ പുലിയെ കണ്ടതായൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉടനീളം വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കുകയാണ്. എന്തായാലും പുലിയെ പിടികൂടുന്നത് വരെ വലിയ ജാഗ്രതയിലും വലിയ ഭയത്തിലും തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.